ചോദിക്കുമോ? ആർക്കെങ്കിലും നിങ്ങൾ കടം മേടിച്ചിട്ട് കൊടുക്കാനോ? എത്രയും വേഗം കൊടുക്കുക. മാത്രമല്ല, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ആരെ വിളിച്ച് പറയണം. കോൾ എടുക്കാതിരിക്കരുത്, ഒളിച്ചു പോകരുത്, ചർച്ചിൽ പോകാതിരിക്കരുത്. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നിർത്തിയില്ലെങ്കിൽ ഓ മൈ ഗോഡ്, ഫ്യൂച്ചർ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. കാരണം അത് വചനമാണ്. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്താൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ കൂടി വരുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ദൈവീകമായ വലിയ സാന്നിധ്യത്തിലേക്ക്, വലിയ അനുഗ്രഹങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആക്ച്വലി നമ്മുടെ ഒരു 52 ഡേയ്സിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാനിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ മാർഗനിർദ്ദേശമനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന നമ്മൾ 100 ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ ഈ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മിഡ് ഡേ ഫയർ എന്ന പേരിൽ നടക്കുന്നൊരു സ്പെഷ്യൽ മീറ്റിംഗാണത്. നിങ്ങളിൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജോലിയിടങ്ങളിലും എവിടെ നിന്നും ഒരു 45 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ശക്തമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പങ്കാളികളാകാം. നിങ്ങളെല്ലാവരെയും ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, നമുക്കൊരു കോ സ്പോൺസറാണ്, കാക്കനാട് നിന്ന് സിസ്റ്റർ ഓമനയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങൾക്കെല്ലാം നല്ല ആരോഗ്യമുണ്ടാകാൻ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താൽ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷേ ആ സന്ദേശത്തിന് മുമ്പ് 1-2 പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ്സ് പറയട്ടെ. ഈ ആഴ്ചയിൽ 28-ാം തീയതി നമുക്ക് ദ ഗ്യാതറിംഗ് ബാംഗ്ലൂർ വെച്ച് നടക്കുകയാണ്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ ഈ ഞായറാഴ്ച പാസ്റ്റർ ഡാമിൻ ആൻ്റണി കോഴിക്കോട് ബ്ലെസ്സിങ് ടുഡേയിൽ ശുശ്രൂഷിക്കുകയാണ്. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ആ പ്രത്യേക മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഞാൻ സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മദ്യപാനികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ദയവായി കടന്നു വരിക. ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ 4-5 ഈ 2 ദിവസങ്ങളായിട്ട് നടക്കുന്ന യൂത്ത്സിൻ്റെ ബിൽഡ് ഡിഫറൻറ്റ് എന്ന പേരിലുള്ള അതിശക്തമായിട്ടുള്ളൊരു മീറ്റിംഗ് ക്യാമ്പ് നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് അതിൽ പ്രവേശനമുള്ളത്. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അതിൻ്റെ ലാസ്റ്റ് ഡേറ്റാണ്. രജിസ്റ്റർ ചെയ്യുക. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഈ ഒരാഴ്ച മോർണിംഗ് ഗ്ലോറിയിൽ വലുത് പ്രതീക്ഷിക്കുക. ഇന്ന് ഓഗസ്റ്റ് 24 മൺഡേ. ഇന്നത്തെ ഫോക്കസ് വേർഡ് നിങ്ങൾ ഡയറി എടുക്കുക. ഈ അടുത്ത വർഷം ഡയറി ഇറങ്ങുമ്പോൾ തന്നെ ദൈവം അനുവദിച്ചാൽ ആഗ്രഹിക്കുന്നത് ഇംഗ്ലീഷും മലയാളവും ഇറക്കാൻ പ്ലാനുണ്ട്. എല്ലാവരും ഉത്സാഹിക്കുവാണെങ്കിൽ ഇറക്കുമ്പോൾ ആദ്യം തന്നെ കരസ്ഥമാക്കണം. കാരണം ആ ജനുവരി, എനിക്ക് തോന്നുന്നു ജനുവരി തുടക്കത്തിൽ തന്നെ സ്റ്റോക്കെല്ലാം പോയി. അത് പിന്നീട് വാങ്ങിച്ചിട്ടും കാര്യമില്ല, കാരണം ഒത്തിരി ലേറ്റായിട്ട് കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ലല്ലോ. എനിക്കൊരാഗ്രഹമുണ്ട്, ഈ വർഷം നമ്മുടെ ന്യൂ ഇയർ സർവീസ്, ക്രോസ് ഓവർ സർവീസ് നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ നിങ്ങൾ ഫുള്ളാക്കിയ എന്ന് വെച്ചാൽ ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ 365 ദിവസവും മോർണിംഗ് ഗ്ലോറി എഴുതിയ നോട്ട്ബുക്കുമായിട്ട്, ഡയറി ആയിട്ട് വരണം. ഞാനവിടെ എത്ര പേര് ഇതൊക്കെ ഫുള്ളാക്കിയെന്നൊക്കെ കൈ ഉയർത്തിപ്പിക്കുക, ഡയറി ഉയർത്താൻ പറയും. അവിടെയും ചിലപ്പോൾ എനിക്കറിഞ്ഞുകൂടെ ചില സമ്മാനങ്ങളൊക്കെ പലർക്കും ലഭിച്ചെന്നിരിക്കും. എനിവേ, ഇന്നത്തെ ഫോക്കസ് വേർഡ് ഇൻറ്റഗ്രിറ്റി ഇൻ ഫൈനാൻസ്. സാമ്പത്തികത്തിലെ സത്യസന്ധത, അല്ലേ? എങ്ങനെ അതിനെ പറയേണ്ടത്? ഇൻറ്റഗ്രിറ്റി ഇൻ ഫൈനാൻസ്, സാമ്പത്തികത്തിലെ സത്യസന്ധത, പരമാർത്ഥത എന്താണോ അത്. സദൃശവാക്യങ്ങൾ 16:8 ബെറ്റർ എ ലിൽ വിത്ത് റൈച്ചസ്നെസ് ദാൻ മച്ച് ഗെയിൻ ഇൻ ഇൻജസ്റ്റിസ്. എൻ്റെ മലയാളം ഇങ്ങനെയാണ്. സദൃശവാക്യങ്ങൾ 16:8 ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. വാവ്! ന്യായരഹിതമായ, അന്യായമായ വലിയ സമ്പത്ത്
ഉണ്ടാക്കുന്നതിനേക്കാൾ നീതിയോടെയുള്ള അല്പം നല്ലത്. ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പ്രഖ്യാപനം നോക്കുക. ഐ ഹാൻഡിൽ ഫൈനാൻസസ് വിത്ത് ഓണസ്റ്റി. സത്യസന്ധതയോടെ ഞാൻ എൻ്റെ സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യുന്നു. ഇൻറ്റഗ്രിറ്റി സെക്യൂഴ്സ് ഡിവൈൻ പ്രോസ്പെറിറ്റി. പരമാർത്ഥത ദൈവികമായ അഭിവൃദ്ധിയെ കൈവശമാക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്നത്തെ പേജ് നോക്കി വായിക്കുക. ഇൻറ്റഗ്രിറ്റി ഇൻ ഫൈനാൻസ്, സാമ്പത്തികത്തിലെ സത്യസന്ധതയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഡയറിയിൽ ആ പേജിൽ എഴുതുക. നമ്പർ 1, ഗോഡ് വാല്യൂസ് ഇൻറ്റഗ്രിറ്റി മോർ ദാൻ ഇൻക്രീസ്. വർധനവിനേക്കാൾ സത്യസന്ധതയാണ് ദൈവം വിലമതിക്കുന്നത്. ഒത്തിരി ഉണ്ടാകുന്നതിനേക്കാൾ, സാമ്പത്തികമായി ഒത്തിരി കൈവശം വരുന്നതിനേക്കാൾ സത്യസന്ധതയ്ക്ക് അഥവാ ഇൻക്രീസിനേക്കാൾ ഇൻറ്റഗ്രിറ്റിക്ക് ദൈവം വില കൽപ്പിക്കുന്നു. The world measures success by how much a person possesses. പലപ്പോഴും ലോകം ഒരു മനുഷ്യൻ്റെ ജീവിത വിജയം കാണുന്നത് എത്രത്തോളം ആസ്തിയുണ്ട്, എത്രത്തോളം സമ്പത്തുണ്ട്, എത്രത്തോളം ബാങ്ക് ബാലൻസ് ഉണ്ട്, എത്ര കാറുകളുണ്ട്, എത്ര വീടുകളുണ്ട്, എത്ര ലാൻഡ്, എത്ര ഏക്കർ മേടിച്ചിട്ടിട്ടുണ്ട്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് നോക്കിയാണ് ജീവിത വിജയം പലപ്പോഴും മനുഷ്യർ ഈ ലോകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരാൾ ഒത്തിരി സമ്പന്നനായി ഉടൻ തന്നെ ആളുകൾ പറയും എ സക്സസ്ഫുൾ മാൻ, ജീവിതത്തിൽ വിജയം കണ്ടൊരു മനുഷ്യൻ. വേറൊരാൾക്ക് അത്രയൊന്നുമില്ല, ഓ അയാളുടെ ജീവിതം പോയി, ജീവിതത്തിൽ വിജയിച്ചില്ല. ഗോഡ് ഫസ്റ്റ് മെഷേഴ്സ് ഹൗ എ പേഴ്സൺ ആക്വേഴ്സ് ഇറ്റ്. എന്നാൽ ദൈവം സമ്പത്തുണ്ടാക്കുന്നതിനും ദൈവം എതിരല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു എന്ന് വചനമുണ്ട്. എന്നാൽ ദൈവം നോക്കുന്നത് എങ്ങനെ സമ്പാദിച്ചു. കാശ് കയ്യിൽ വരുന്നതല്ല, എങ്ങനെ വന്നു. പല രീതിയിൽ കാശുണ്ടാക്കാമേ. സ്ക്രിപ്ചർ ഡിക്ലെയർസ് ദാറ്റ് ഓണസ്റ്റ് പോവർട്ടി ഈസ് ബെറ്റർ ദാൻ ഡിസോണസ്റ്റ് പ്രോസ്പെറിറ്റി. സത്യസന്ധതയില്ലാതെ പലരെയും ചതിച്ച് അന്യായ മാർഗങ്ങളിലൂടെ വലിയ അഭിവൃദ്ധിയും സമ്പത്തും കൈവശമാക്കുന്നതിനേക്കാൾ സത്യസന്ധതയോടുകൂടെ നിന്ന് ഇല്ലായ്മയിൽ ജീവിച്ചാലും ദൈവം അതിനാണ് വില കൽപ്പിക്കുക. സത്യസന്ധത സാമ്പത്തിക കാര്യത്തിൽ. വെൽത്ത് ഗെയിൻഡ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇൻറ്റഗ്രിറ്റി ഈസ് നെവർ എ ബ്ലെസ്സിങ്. സത്യസന്ധതയില്ലാതെ എന്തെങ്കിലും പണം കൈവശം വന്നാൽ അതൊരിക്കലും അനുഗ്രഹമല്ല. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ഓഫീസുകളിൽ അണ്ടർ ദ കൗണ്ടർ അല്ലെങ്കിൽ അണ്ടർ ദ ടേബിൾ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇതിൻ്റെ അടിയിലൂടെ പൈസയുടെ ട്രാൻസാക്ഷൻ മറ്റേ കൈക്കൂലി വാങ്ങിയതിന് ഇന്നയാൾ അറസ്റ്റിലായി. ഇതൊക്കെ കോടിക്കണക്കിന് പേരിൽ ഒരാളായിരിക്കും അറസ്റ്റിലാകുന്നത്. എത്രയോ വർഷങ്ങളായി കൈക്കൂലി വാങ്ങുന്നു. ഒരു പേപ്പർ സർക്കാരിലെ ഒരു ഓഫീസിൽ ഒരു പേപ്പർ കിട്ടാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും മേടിക്കുന്നില്ലേ? അവർക്ക് ശമ്പളമുണ്ട്. എന്നാൽ പാവപ്പെട്ടവരെ പിഴിഞ്ഞ്, ചിലപ്പോൾ പണക്കാരെ ആയിരിക്കുക, ആരും ആയിക്കോട്ടെ, ഇങ്ങനെ ഡിസോണസ്റ്റ് മീൻസിലൂടെ വാങ്ങുന്നതൊന്നും ഒരിക്കലും ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അല്ല, കഥയല്ല, ശരിക്കും ഒരാൾ എന്നോട് പറഞ്ഞതാണ്. അയാൾക്ക് അറിയാവുന്നൊരു വില്ലേജ് ഓഫീസർ. ആ വില്ലേജ് ഓഫീസിൽ എന്ത് നടക്കണമെങ്കിലും ഈ വില്ലേജ് ഓഫീസർക്ക് എന്തെങ്കിലും കൊടുക്കണം, ഒരു പേപ്പർ കിട്ടണമെങ്കിൽ. അപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ വില്ലേജ് ഓഫീസിലെ ഓരോ പേപ്പറും മേടിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് അദ്ദേഹം മേടിക്കുന്നത്. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും പൈസ. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഡ്രോയിലിടുന്നു, ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് അടിയിൽ കൂടെ മേടിച്ച് ഡ്രോയിലിട്ടു. ഈ കൈ കൊണ്ടാണ് അയാൾ മേടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞത് സ്ട്രോക്ക് വന്ന അദ്ദേഹത്തിൻ്റെ ആ സൈഡ് തളർന്നു പോയി, ആ കൈ പിന്നെ വർക്ക് ചെയ്തില്ല. റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ചിലർ ഇതൊന്നുമില്ലാതെ ഇങ്ങനെയൊക്കെ മേടിച്ച് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ച് മരിച്ചവരെ എനിക്കറിയാമല്ലോ. പക്ഷേ എങ്ങോട്ടാണ് പോയത്? മരണശേഷം ആത്മാവ് എങ്ങോട്ടാണ് പോയത്? ചിന്തിക്കണം. 73-ാം സങ്കീർത്തനത്തിൽ ഒരു ഭക്തനായൊരു മനുഷ്യന് ഭയങ്കരമായ മനപ്രയാസം ഉണ്ടായി. എന്താണ് മനപ്രയാസം? നോക്കുമ്പോൾ
താൻ വളരെ ഭക്തിയിൽ ഒന്നും ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് കുറ്റമില്ലായ്മയിൽ കൈ കഴുകി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ പാപങ്ങളിലേറ്റ് പറഞ്ഞ് വിശുദ്ധിയിൽ ജീവിക്കുക. പക്ഷെ തനിക്ക് എന്നും പ്രശ്നങ്ങളാണ്, വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളെന്നും. പക്ഷേ ദുഷ്ടന്മാരെന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് ദൈവഭക്തി ഇല്ലാതെ പ്രാർത്ഥനയ്ക്കും പോകാതെ ബൈബിളും വായിക്കാതെ ദുഷ്ടന്മാരായിട്ട് പാപികളായിട്ട് നടക്കുന്നത് ഒരു പ്രശ്നവും കാണുന്നില്ല. അവർ തൊടുത്ത് നല്ല സ്റ്റൗട്ടായി അവർ ഒരു അല്ലലില്ലാത്ത ജീവിതം പോലെ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. കൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം വിഴുങ്ങിയത് വേണ്ട, എൻ്റെ മക്കളുടെ തലമുറയോട് പിറുപിറുത്ത് പാപം ചെയ്യണ്ട. എന്നിട്ട് അദ്ദേഹം ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്ന് തനിക്കൊരു വെളിപാടുണ്ടായി. ദൈവമേ, ഈ ദുഷ്ടന്മാരെല്ലാം വഴുവഴുപ്പിന്മേലാണല്ലോ നിൽക്കുന്നത്. ദേ ആർ സ്റ്റാൻഡിങ് ഓൺ എ സ്ലിപ്പറി ഗ്രൗണ്ട്. എപ്പോൾ വേണമെങ്കിലും സ്പ്ലിറ്റ് സെക്കൻഡിൽ അവർ വഴുതി അഗാധഗർത്തത്തിൽ ചെന്ന് വീഴും. എന്നാൽ എൻ്റെ ദൈവമേ, രാപകൽ ഞാൻ നിന്നെ അപേക്ഷിക്കുന്നു, നീ എന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. ഈ വെളിപാട് തനിക്ക് ലഭിച്ചതോടുകൂടെ താൻ നോർമലായി. കർത്താവേ, എനിക്കിത് മതി, ഭക്തിയുടെ മാർഗം എനിക്ക് മതി. സദൃശവാക്യങ്ങൾ 10:2 ഇൽ ഗോട്ടൻ ട്രഷേഴ്സ് ഹാവ് നോ ലാസ്റ്റിംഗ്. അന്യായമായി നിക്ഷേപങ്ങളോ സമ്പത്തോ കയ്യിൽ വന്നാൽ അതിന് നിലനിൽപ്പില്ല. പ്രോവബ്സ് 15:16 അതാണ് അതിൽ പറയുന്നത്, ബെറ്റർ എ ലിറ്റിൽ വിത്ത് ദ ഫിയർ ഓഫ് ദ ലോർഡ് ദൻ ഗ്രേറ്റ് വെൽത്ത് വിത്ത് ടേമോയിൽ. വലിയ കഷ്ടപ്പാടോടുകൂടെ വലിയ സമ്പത്തുണ്ടാകുന്നതിനേക്കാൾ ദൈവഭക്തിയോടുകൂടെ അല്പം ഉള്ളതാണ് നല്ലത്. എബ്രായലേഖനം 13:5 കീപ് യുവർ ലൈഫ്സ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. ദ്രവ്യാഗ്രഹമില്ലാതെ നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചു. ധനമോഹം വേണ്ട. ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് സമ്പത്ത് വേണം, പക്ഷെ അതിനെ സ്നേഹിക്കരുത്. അത് തരുന്ന ദൈവത്തെ വേണം സ്നേഹിക്കാൻ. ഗോഡ് കുഡ് rather bless clean hands than full hands gained through compromise. പലരുമായി കോംപ്രമൈസ് ചെയ്ത് എന്ന് വെച്ചാൽ തെറ്റായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്ന നിറഞ്ഞ കയ്യേക്കാൾ അങ്ങനെയൊന്നും പോകാത്ത, തെറ്റിലേക്ക് പോകാത്ത ശുദ്ധിയുള്ള കൈകളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് മുഴുവൻ ഉള്ളിൽ അഴുക്ക, അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ നിങ്ങൾ കുടിക്കൂ? അതിലേക്ക് വെള്ളം ഒഴിച്ച ഒരാൾ നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ അഴുക്ക് എനിക്ക് വേണ്ട. ആ പാത്രം അഴുക്കുള്ളതാണെങ്കിൽ അതിലേക്ക് ഒഴിക്കുന്നത് എത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ആ പാത്ര നിമിത്തം അത് അശുദ്ധിയുള്ളതാവും. ഇതുപോലെയാണ് നമ്മുടെ കൈകൾ. വിശുദ്ധിയുള്ളതാണെങ്കിൽ മാത്രമേ, വിശുദ്ധമായത്, ക്ലീനായത് നമ്മിലൂടെ പാസ് ചെയ്യുള്ളൂ. ഇൻറ്റഗ്രിറ്റി ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് വാട്ട് വി പൊസസ്. നമുക്ക് ഇന്നുള്ളത് എന്താണ്? അല്പമേ ഉള്ളെങ്കിലും അത് സത്യസന്ധതയിലൂടെ കയ്യിൽ വന്നതാണെങ്കിൽ, ആരെയും ചതിക്കാതെ ഒക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം, അത് നിലനിൽക്കും. ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ഈസ് പ്രൂവൺ ഇൻ സ്മോൾ ഡിസിഷൻസ്. കൊച്ചു തീരുമാനങ്ങളിലാണ് സാമ്പത്തിക സത്യസന്ധത തെളിയിക്കപ്പെടുന്നത്. ഓണസ്റ്റി ഈസ് നോട്ട് ടെസ്റ്റഡ് ഓൺലി ഇൻ മേജർ ട്രാൻസാക്ഷൻസ്. നമ്മൾ വിചാരിക്കും വലിയ സാമ്പത്തിക ഇടപാടുകളിൽ മാത്രമാണ് സത്യസന്ധത പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെയല്ല. ഇറ്റ് ഈസ് റിവീൽഡ് ഇൻ ഡെയിലി ചോയ്സസ്. ഓരോ ദിവസവും കൊച്ചു കാര്യങ്ങളിൽ പോലും അത് തെളിയിക്കപ്പെടുന്നു. സത്യസന്ധത എന്ന് പറയുമ്പോൾ കീപ്പിംഗ് പ്രോമിസസ്, വാക്ക് പാലിക്കുന്നത്. ഉദാഹരണത്തിന് വിശ്വാസികളുടെ ഇടയിൽ പോലും ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസമാണ്, ഒരു ചെറിയൊരു ഞെരുക്കം വരുന്ന സമയത്ത് പലരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങും. എന്നിട്ട് പറയും, ഈ ഞായറാഴ്ച ചർച്ചിൽ വെച്ച് കാണുമ്പോൾ അങ്ങ് തന്നേക്കാം. ആ ഞായറാഴ്ച വന്നു, പക്ഷേ അങ്ങോട്ടൊന്നും വേണ്ടിയില്ല, പക്ഷേ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ബ്രദറെ, സിസ്റ്ററെ, എന്നോട് മേടിച്ച കാശ് അത് ഇപ്പം ഇല്ല, ഞാൻ പിന്നെ തരാം. അങ്ങനെ പല ഞായറാഴ്ചകൾ കഴിയുന്നു. ചോദിക്കുമ്പോൾ അത് ഇപ്പം ഇല്ലെന്നല്ലേ പറയും. പിന്നെ കടുപ്പമായി, ദേഷ്യമായി, പിന്നെ ആളെ കാണാതെയായി, വാക്ക് പാലിക്കാതായി. എത്രയോ സംഭവങ്ങൾ. കടം വാങ്ങിയാൽ കൊടുക്കുന്ന സ്വഭാവമുണ്ടോ? കടം വാങ്ങാതിരിക്കുക, വാങ്ങിയാൽ തന്നെ കൊടുക്കുന്ന സ്വഭാവമുണ്ട്. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയിലൊരു നിയമമുണ്ട്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കടം മേടിക്കാൻ പാടില്ല. ദരിദ്രരായി ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ദാനമായി കൊടുക്കാം.
ഇഷ്ടദാനമായി കൊടുക്കുക, തിരിച്ച് മേടിക്കാതെ. കടം കൊടുക്കാൻ പാടില്ല, വാങ്ങാനും പാടില്ല. എന്നാലും പലരും ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. വലിയ പ്രശ്നങ്ങളിലോട്ട് പോയിട്ടുകൊണ്ട് എനിക്കറിയാം. ഇത് നിയമമാണ്. ബ്ലെസ്സിങ് ടുഡേയിൽ നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. എങ്കിലും അത് വയലേറ്റ് ചെയ്തുകൊണ്ട് പലരും ചെയ്യും. എന്നാൽ കിട്ടാതായി വലിയ പ്രശ്നത്തിലാകുമ്പോൾ ശുശ്രൂഷകരുടെ അടുത്ത് വന്നിട്ട് അയ്യോ അയാൾ എന്നെ മേടിച്ചു, ഇങ്ങനെ മേടിച്ചു. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. അഥവാ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ രേഖാമൂലം കൃത്യമായി അതിന് സാക്ഷികളെ വെച്ച് എഴുതി കൊടുക്കുക. അതിനെ ഓണർ ചെയ്യാൻ വേണം. അതല്ലെങ്കിൽ ഡോണ്ട് ഗീവ്, ഡോണ്ട് ടേക്ക്. കൃത്യമായ കാര്യങ്ങൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക. ചുളിവിലൂടെ വേണ്ടാത്ത മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാതിരിക്കുക. മറ്റൊരാളുടെ പ്രോപ്പർട്ടിയോ സ്വർണ്ണാഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വയ്ക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസ് 16:10-11 എഴുതി വയ്ക്കുക. സദൃശവാക്യങ്ങൾ 11:1 The Lord detests dishonest scales, but accurate weights find favor with him. എന്ന് വെച്ചാൽ കള്ളത്തുലാസ് ദൈവത്തിന് വെറുപ്പ്. ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്, കട നടത്തുന്ന ആളുകൾ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഒരു ഇറച്ചിക്കടയിൽ നടക്കുന്ന സംഭവം. ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കുന്ന സമയത്ത് ഇയാൾ ഇത് ചെയ്യുന്ന ആൾ ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. ചെയ്യുന്ന ആൾ ത്രാസിൻ്റെ ഒരു തട്ടിൽ എന്ന് വെച്ചാൽ ഈ വെയിറ്റ് ഇതിനെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, വെയിറ്റ് വെക്കുന്ന ആ സാധനം, അതിൻ്റെ അടിയിൽ ഒരു ഇറച്ചിയുടെ പീസ് ഒട്ടിച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് ഇപ്പുറത്തെ ഇറച്ചി തൂക്കുന്ന സമയത്ത് കുറച്ച് കിട്ടുള്ളൂ. വൈകുന്നേരമാകുമ്പോൾ ഈ ചെറിയ പീസിന് ഈ ഓരോ പ്രാവശ്യം തൂങ്ങുമ്പോഴും അത്രയും ഭാഗം ഈ മനുഷ്യൻ മാറ്റി വെക്കും. അതെല്ലാം കൂടി ചിലപ്പോൾ 1 കിലോഗ്രാമോ 2 കിലോഗ്രാമോ കാണും. ഇത് മുതലാളി അറിയാതെ പോക്കറ്റിലിടും. ഇതൊരാൾ കണ്ടുപിടിച്ചു. കള്ളത്തുലാസ്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടേക്കണേ. പരിപാടികളൊന്നും നമുക്ക് വേണ്ട, വഞ്ചിച്ചുള്ള കാശ് നമുക്ക് വേണ്ട. ക്യാരക്ടർ ഈസ് ബിൽറ്റ് വൺ ഓണസ്റ്റ് ഡിസിഷൻ അറ്റ് എ ടൈം. നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠത പണിയപ്പെടുന്നത് കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ സത്യസന്ധമായി ഓരോ സമയത്തും എടുക്കുന്നതിലൂടെയാണ്. ഇതുപോലെ തന്നെ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 35-36 വചനങ്ങളിൽ യൂസ് ഓണസ്റ്റ് സ്കെയിൽസ് ആൻഡ് ഓണസ്റ്റ് വെയ്റ്റ്സ്. അവിടെയും പറയുന്നുണ്ട് കൃത്യമായ ശരിയായ തുലാസും ശരിയായ വേ ചെയ്യുന്ന ഭാരവും ഉപയോഗിക്കുക. നമ്പർ 3, ഗോഡ് എൻറ്റേഴ്സ് റിസോഴ്സസ് ടു ഫെയ്ത്ത്ഫുൾ സ്റ്റുവാർഡ്സ്. ദൈവം എല്ലായ്പ്പോഴും തൻ്റെ വസ്തുവകകൾ, വിഭവങ്ങൾ ഏൽപ്പിക്കുന്നത് വിശ്വസ്തതയുള്ള ഗൃഹവിചാരകന്മാർക്കാണ്. എവ്രിതിങ് വി പൊസസ് ബിലോങ്സ് ടു ഗോഡ്. നമ്മൾ മുന്നമേ അറിയേണ്ടത് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റേതാണ്. വി ആർ മാനേജേഴ്സ് നോട്ട് ഓണേഴ്സ്. ഈ മോർണിംഗ് ഗ്ലോറിയിൽ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കൊരു അവബോധം ഉണ്ടാകണം. ഞാനൊരിക്കലും ഒന്നിൻ്റെയും ഉടമയല്ല. എൻ്റേതെന്ന് പറയുന്നത് പോലെ എൻ്റേതല്ല. ഒരു ദിവസം ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾ പറക്കും. അതുവരെ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. പക്ഷെ ഒരു ബോധം വേണം, ഉടമസ്ഥൻ ദൈവമാണ്, ഞാൻ ഒരു കൈകാര്യം ചെയ്യുന്ന വ്യക്തി അഥവാ മാനേജർ മാത്രമാണ്. ഫെയ്ത്ത്ഫുൾ സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത്, വിശ്വസ്തയോടുകൂടിയുള്ള മാനേജിങ് എന്ന് പറയുന്നത്, ഒന്ന് സത്യസന്ധതയോടുകൂടി മാത്രം സമ്പാദിക്കുക, വളരെ ജ്ഞാനത്തോടുകൂടി ചെലവഴിക്കുക, വളരെ ഔദാര്യപൂർവ്വം മറ്റുള്ളവർക്ക് കൊടുക്കുക, വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ ഭാവിയിലേക്ക് മക്കൾക്കും കുടുംബത്തിനു വേണ്ടി ശേഖരിച്ചു വയ്ക്കുക, വളരെ സംതൃപ്തിയോടെ നന്ദിയോടുകൂടെ ജീവിക്കുക. ഇതെല്ലാം പെട്ടൊരു സാധനമാണ്. സങ്കീർത്തനം 24:1 ഞാൻ കൂടെ പറയാറുണ്ട്, ഭൂമി അതിൻ്റെ പൂർണ്ണതയും യഹോവയുടേതാകും, ദൈവത്തിൻ്റെതാകും. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 17, 18, 19 വായിക്കുമ്പോൾ ബി റിച്ച് ഇൻ ഗുഡ് ഡീഡ്സ് ആൻഡ് ബി ജനറസ്. സൽപ്രവൃത്തികളിൽ ഉദാരമനസ്കതയിലൊക്കെ സമ്പന്നരായി മാറണം എന്ന് എഴുതിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനത്തിൽ വി ആർ ടേക്കിംഗ് പെയിൻസ് ടു ഡു വാട്ട് ഈസ് റൈറ്റ് നോട്ട് ഓൺലി ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ് ബട്ട് ഓൾസോ ഇൻ ദ ഐസ് ഓഫ് മാൻ. ഞങ്ങൾ ദൈവത്തിൻ്റെ കണ്ണിൽ മാത്രമല്ല മനുഷ്യരുടെ മുമ്പിലും ഏറ്റവും ശരിയായതെന്ത് എന്ന് കണ്ടെത്തി ചെയ്യുന്നു. അപ്പോസ്തലന്റെ സാക്ഷ്യമാണ്. ഫൈനാൻഷ്യൽ എക്സലൻസ് ബിഗിൻസ് വിത്ത് ഫെയ്ത്ത്ഫുൾ സ്റ്റുവാർഡ്ഷിപ്പ്. ഈ സാമ്പത്തികമായ ഉത്കൃഷ്ടത ആരംഭിക്കുന്നത് വിശ്വസ്തമായ
രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയാണ്. നമ്പർ 4, ഇൻറ്റഗ്രിറ്റി ഇൻവൈറ്റ്സ് ഗോഡ്സ് ലാസ്റ്റിംഗ് ബ്ലെസ്സിങ്. സത്യസന്ധത ക്ഷണിച്ചു വരുത്തുന്നത് ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന അനുഗ്രഹത്തെയാണ്. അഥവാ സത്യസന്ധതയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. ക്വിക്ക് വെൽത്ത് ഗെയിൻഡ് ഡിസോണസ്റ്റ്ലി മേ അപ്പിയർ അട്രാക്റ്റീവ്, ബട്ട് ഇറ്റ് നെവർ ക്യാരീസ് ഗോഡ്സ് പീസ്. ചില സമയത്ത് സത്യസന്ധതയില്ലാതെ പലരെയും ചതിച്ചും വെട്ടിപ്പും ഒക്കെ നടത്തി സമ്പത്ത് ഉണ്ടാക്കുന്നു. എന്നാൽ പെട്ടെന്ന് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകർഷകമായി തോന്നുമെങ്കിലും പലപ്പോഴും ദൈവിക സമാധാനം പോലും അതിൻ്റെ മേലുണ്ടാകില്ല. കാരണം എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റുകൾ ചേസ് ചെയ്യുമോ, പോലീസ് വരുമോ, കള്ളം കൊണ്ടുപോകുമോ, ഉള്ളിൽ എപ്പോഴും ഒരു അങ്കലാപ്പുണ്ടായിരിക്കും. ദ ബ്ലെസ്സിങ് ഓഫ് ദ ലോർഡ് ബ്രിങ്സ് ബോത്ത് പ്രൊവിഷൻ ആൻഡ് കൺടെൻറ്റ്മെൻറ്റ്. എന്നാൽ യഥാർത്ഥ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഉള്ളത് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വരികയും ചെയ്യും, അതോടൊപ്പം ഒരു തൃപ്തിയും ഉണ്ടാകും. ഒരു തൃപ്തിയില്ലാത്ത ജീവിതമാണെങ്കിൽ എത്ര പേർക്ക് എല്ലാം ഉണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ സാധ്യമല്ല. പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒക്കെ ആകാം. എന്നാൽ അല്പമേ ഉള്ളെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുവാണെങ്കിൽ എത്ര എത്ര ശ്രേഷ്ഠമാണ്. സദൃശവാക്യങ്ങൾ 13:11 ഡിസോണസ്റ്റ് മണി ഡ്വിൻഡിൽസ് അവേ, ബട്ട് ഹൂ എവർ ഗ്യാദേഴ്സ് മണി ലിൽ ബൈ ലിൽ മേക്സ് ഇറ്റ് ഗ്രോ. സത്യസന്ധതയില്ലാതെ പണം കയ്യിൽ വന്നാൽ അത് നശിച്ചു പോകുന്നു, അത് അതുപോലെ തന്നെ കയ്യിൽ നിന്ന് പോവും. എന്നാൽ അല്പാൽപമായി സത്യസന്ധതയോടെ സമ്പാദിക്കുന്ന പണം വളരും. സദൃശവാക്യങ്ങൾ 3:9-10 ഓണർ ദ ലോർഡ് വിത്ത് യുവർ വെൽത്ത്. ദൈവത്തെ നിൻ്റെ സമ്പത്ത് കൊണ്ട് മാനിക്കുക. എങ്ങനെയാണ് മാനിക്കുക? നമുക്കൊക്കെ മാനിക്കാൻ അറിയുന്ന സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹാലേലൂയ ഹാലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഗ്ലോറി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാനിക്കാനേ അറിയാവും. എന്നാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള സമ്പത്തിൻ്റെ ഓഹരി ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതിലൂടെ ദൈവത്തെ ആദരിക്കുക. പഴയ നിയമത്തിൽ ദശാംശം കൊടുക്കണമെന്നും ആദ്യഫലം കൊടുക്കണമെന്നൊക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് തന്നെ പോഡ്കാസ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദശാംശം പുതിയ നിയമത്തിൽ പുതിയ നിയമപ്രകാരം ദശാംശം എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റുകളുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് ദീർഘമായ പോഡ്കാസ്റ്റ് ഇരുന്ന് കേൾക്കുക. വ്യക്തമായതിൽ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നാം ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൽ സന്തോഷത്തോടെ ഹൃദയത്തിൽ തീരുമാനിച്ചതനുസരിച്ച് കൃപയിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് മേൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകും. സങ്കീർത്തനങ്ങൾ 112:5 ഗുഡ് വിൽ കം ടു ദോസ് who are generous and lend freely, who conduct their affairs with justice. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ നന്മയും അനുഗ്രഹങ്ങളും വന്നു ചേരും. അപ്പം ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തെ മൊത്തം ബാധിക്കുന്ന ഭയങ്കര സംഭവമാണ്. മോർണിംഗ് ഗ്ലോറി കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് വളരെ താഴ്മയോടെ ഉപദേശിക്കാനുള്ളത്, പണപരമായ കാര്യങ്ങളിൽ സത്യസന്ധത പുലർത്തണം. അത് ശുശ്രൂഷകരാകട്ടെ, സാധാരണ വിശ്വാസികളാകട്ടെ, അല്ലാത്തവരാകട്ടെ, ഇത് കേൾക്കുന്ന എല്ലാവരും, ജോലിസ്ഥലത്ത്, കുടുംബത്തിൽ, സഭയിൽ, എല്ലായിടങ്ങളിലും സത്യസന്ധത പുലർത്താമെങ്കിൽ ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു അടിസ്ഥാനം സാമ്പത്തികത്തിന് മേലുണ്ടാകുകയും അത് വളരുകയും ചെയ്യും. ആർക്കും തകർക്കാൻ കഴിയാത്ത സാമ്പത്തിക ഭദ്രത ദൈവത്താൽ ഉണ്ടാകുകയും ചെയ്യും. തീരുമാനിക്കുക, സത്യസന്ധമായിട്ടല്ലാതെ ഒരു പണം എനിക്ക് ചോദിക്കുകയാണ്. ആർക്കെങ്കിലും നിങ്ങൾ കടം മേടിച്ചിട്ട് കൊടുക്കാനുണ്ടോ? എത്രയും വേഗം കൊടുക്കുക. മാത്രമല്ല, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയണം. കോൾ എടുക്കാതിരിക്കരുത്, ഒളിച്ചു പോകരുത്, ചർച്ചിൽ പോകാതിരിക്കരുത്. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നിർത്തിയില്ലെങ്കിൽ ഓ മൈ ഗോഡ്, ഫ്യൂച്ചർ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. കാരണം ഇത് വചനമാണ്. പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ രോഗികളായിട്ടുള്ളവർ ഈ സമയത്തൊന്ന് വിശ്വസിക്കണം, ഞാനല്ല സൗഖ്യമാക്കുന്ന യേശുവാണ്. കൈനീട്ടി പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വല്ലാത്ത രീതിയിലുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ശരീരത്തിൽ ഇങ്ങനെ കളർ ചേഞ്ച്, ബ്ലാക്ക് കളറോ ഡാർക്ക് പാച്ചസൊക്കെ വരുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സ്കിന്നിലുള്ള ഡിസീസുകൾ നസറായന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കഴുത്ത് തിരിക്കുവാൻ പ്രയാസമുള്ള ചിലരെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. കണ്ണുകളുടെ പ്രയാസങ്ങൾ മാറിപ്പോട്ടെ.
തീരാരോഗങ്ങൾ മാറട്ടെ. ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതകമായി ജന്മനായുള്ള ചില പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിങ്ങളുടെ നാമത്തിൽ വലിയ വിടുതൽ കൽപ്പിച്ചിരിക്കുന്നു. ഇൻ ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും കൈനീട്ടി പിടിച്ചാലും കർത്താവേ, ഏത് ആവശ്യത്തോടും ചേർന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖങ്ങളെ മാറ്റണമേ, ഡിപ്രഷനിൽ നിന്ന് പുറത്തെടുക്കണമേ, ആന്തരിക സൗഖ്യങ്ങൾ കൊടുക്കണമേ, ശാരീരിക സൗഖ്യങ്ങൾ കൊടുക്കണമേ, ബന്ധങ്ങളിൽ സൗഖ്യവും വിടുതലും കൊടുക്കണമേ, സാമ്പത്തിക വിടുതൽ കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. വിവാഹം കഴിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.